നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും. കാവ്യ ആവശ്യപ്പെടുന്നിടത്ത് ചോദ്യം ചെയ്യാൻ എത്തുമെന്ന് പോലീസ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ച് കണ്ട തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപുമായി ബന്ധമുള്ളവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്കായിരിക്കും അന്വേഷണ സംഘം ഇനി നീങ്ങുക. കഴിഞ്ഞ 3 ദിവസം കസ്റ്റഡിയിലായിരിക്കെ ദിലീപിൽ നിന്നും ലഭിച്ച മൊഴികളുടെ കൂടെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കായി പോലീസ് സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദിലീപിനൊപ്പം ഇയാളും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നാണ് പോലീസ് കരുതുന്നത്. പൾസർ സുനി ഇയാളെ വിളിച്ച ഫോൺ കോളുകളുടെ രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് അപ്പുണ്ണി ഒളിവിൽ പോയത്. അതോടൊപ്പം തന്നെ നാദിർഷയെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും. സുനിയുടെ മുൻ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് ഈ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുക. അതുവരെ കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അഭിഭാഷകൻ മുഖേന സുനി ദിലീപിന് നൽകിയെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം അങ്കമാലി കോടതി ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. ദിലീപിനെതിരെ കൃത്യമായി തെളിവുകൾ ഇല്ലെന്നാണ് ഇപ്പോഴും അഡ്വക്കേറ്റ് കെ രാംകുമാർ വ്യക്തമാക്കുന്നത്. എന്നാൽ മതിയായ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ എത്തുമ്പോൾ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനി 2 വർഷം മുൻപ് മറ്റൊരു കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ലോഹിതദാസ് സിനിമകളിലൂടെ നായികാ പദവിയിലെത്തിയ യുവനടിയായിരുന്നു അന്നത്തെ ഇര. ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് കൊട്ടേഷൻ നൽകിയത് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിർമ്മാതാവിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഈ നിർമ്മാതാവാണ് പൾസറിനെ ദിലീപിന് പരിചയപ്പെടുത്തിയത്. നടൻ ദിലീപിന് പരോക്ഷ പിന്തുണയുമായി നിറ്റ ജലാറ്റിൻ കേസ് പ്രതി തുഷാർ രംഗത്ത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന കേരള മനുഷ്യാവകാശ സമിതി യോഗത്തിലാണ് പോലീസിനെയും മാധ്യമങ്ങളെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞ് ദിലീപിനെ പരോക്ഷമായി തുഷാർ ന്യായീകരിച്ചത്. അതേസമയം നഴ്സുമാരുടെ സമരത്തിന് പിന്തുണ നൽകാനാണ് CPI മാവോയിസ്റ്റിന്റെ രഹസ്യ നീക്കം എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ദില്ലി. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നാളെ രാജ്യമെങ്ങും നടക്കും. NDA സ്ഥാനാർത്ഥിയായി ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദ്, സ്ഥാനാർത്ഥിയായി മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറുമാണ് മത്സര രംഗത്തുള്ളത്. ഇരുവരുടെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി കാലാവധി പൂർത്തിയാക്കി 25-ന് രാഷ്ട്രപതി ഭവന്റെ പടിയിറങ്ങും. റെയ്സിന കുന്നിലെ പുതിയ അതിഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ അന്തിമഘട്ടത്തിലേക്ക് നാളെ മുതൽ രാജ്യം കടക്കുകയാണ്. ഇലക്ട്രൽ വോട്ടുകൾ നിർണായകമാകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരുമായി 4896 പേർ വോട്ട് ചെയ്യും. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 784 MP-മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 4114 MLA-മാരും ഉൾപ്പെടുന്ന വോട്ടർമാരുടെ ആകെ വോട്ട് മൂല്യം 11 ലക്ഷത്തിനടുത്താണ്. ജനപ്രതിനിധി സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് വോട്ടില്ല. MP-യുടെ വോട്ട് മൂല്യം 708 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. MLA-മാരുടെ വോട്ടിന്റെ മൂല്യം അതാത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം UP-യിലെ MLA-മാരുടെ വോട്ട് മൂല്യമാണ് ഏറ്റവും ഉയർന്നത്, 208. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യമാകട്ടെ 152ആയും കണക്കാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദാണ് NDA സ്ഥാനാർത്ഥി. വിജയിക്കാനുള്ള വോട്ടിന് 17,000-ഓളം വോട്ട് കുറവുള്ള NDA തമിഴ്നാട്ടിൽ നിന്നും AIADMK-യുടെയും ബീഹാറിൽ നിന്ന് JDU-ന്റെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാകുമാർ ആം ആദ്മി, BJDS തുടങ്ങി ഇരുപക്ഷത്തുമില്ലാത്ത പാർട്ടികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നു. രാംനാഥ് കോവിന്ദും മീരാകുമാറും മുഖാമുഖം വരുന്നു എന്നതിനപ്പുറം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ബലാബലമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഇരുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള MLA-മാർ നാളെ വോട്ട് രേഖപ്പെടുത്തും.
നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. എൻഡിഎയുടെ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷത്തു നിന്ന് മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറും തമ്മിലാണ് മത്സരം. ബീഫ് നിരോധനത്തിന് പിന്നാലെ രാജ്യത്തെ ജനങ്ങളുടെ കുടുംബ സ്വകാര്യതകളിലേക്കും കടന്നുകയറാൻ RSS തയ്യാറെടുക്കുന്നു. ദേശീയതയുടെ പേരിൽ തന്നെയാണ് ഇപ്പോൾ RSSന്റെ പ്രബോധൻ എന്ന ബോധവൽക്കരണ പരിപാടിക്ക് പദ്ധതി തയ്യാറാക്കുന്നത്. എന്ത് ധരിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങി കുടുംബ വർത്തമാനങ്ങൾ പോലും എന്താകണം എന്നാണ് പ്രബോധനിലൂടെ RSS ക്യാമ്പയിന് ഒരുങ്ങുന്നത്. 2 കോടി രൂപ കൈക്കൂലി വാങ്ങി ശശികലയ്ക്ക് ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ഒരുക്കിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. ജയിൽ DIG രൂപയാണ് താൻ പകർത്തിയ ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി ആരോപിക്കുന്നത്. ആഘോഷങ്ങളില്ലാതെ സമരനായകൻ VSന് 50ാം വിവാഹ വാർഷികം. മക്കളും കൊച്ചുമക്കളും മാത്രമാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഒപ്പമുണ്ടായിരുന്നത്. നിരവധി പേർ ഫോണിൽ വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചു.